ശ്രീമതി സുഗതകുമാരി അമ്മയുടെ കണ്ണന്റെ അമ്മ എന്ന കവിതയിലെ കുറച്ചു ഭാഗം നിങ്ങൾ പഠിച്ചുവല്ലോ കൂട്ടുകാരെ. എന്നാൽ ഈ കവിതയുടെ ആദ്യ ഭാഗം നിങ്ങളുടെ പാഠപുസ്തകത്തിലില്ല. കവിത ടീച്ചർ നിങ്ങൾക്കായി ചൊല്ലി പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. കണ്ടോ കണ്ണനെ നിങ്ങളാരാൻ, അമ്മ കമ്പുകരത്തിലെടുക്കുന്നു. കണ്ടോ കണ്ണനെ നിങ്ങളാരാൻ, അമ്മ കമ്പുകരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകളെന്തോ മണ്ടിയോളിക്കുന്നു. ഇന്നേ നാളിൽ ഞാൻ കണ്ടില്ല മിഴിച്ചിമ്മും തത്തമ്മ കൊഞ്ചുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കമ്പും കൊണ്ടതാ പോകുന്നു. പാഴിലടുക്കള മൂലയ്ക്കൽ പുതുപാലുമറിഞ്ഞു പരക്കുന്നു. മേലിലൂറിയിലെ തൂവെണ്ണക്കലമേഴായി പൊട്ടിക്കിടക്കുന്നു. ഭരണിയിൽ നെയ്യപ്പമല്ല ചാണകവരളികളഞ്ചാറു കാണുന്നു. കെട്ടിയിരുന്ന കിടാവോ മുറ്റത്തു കുത്തിമറിഞ്ഞു കൂത്താടുന്നു. അയലത്തെയ കൊച്ചുരാധിക കണ്ണീരുമൊഴുക്കി വന്നിങ്ങനെ ചൊല്ലുന്നു. അമ്മേ ഞങ്ങൾക്കു വയ്യല്ലോ, നിന്റെ കണ്ണനെന്തൊരു ദുശീലം. അയലത്തെയ കൊച്ചുരാധിക കണ്ണീരുമൊഴുക്കി വന്നിങ്ങനെ ചൊല്ലുന്നു. അമ്മേ ഞങ്ങൾക്കു വയ്യല്ലോ, നിന്റെ കണ്ണനെന്തൊരു ദുശീലം. എവിടെയ കള്ളൻ വിറച്ചും കൊണ്ടമ്മ പുരവീഥി തോറും തിരക്കുന്നു. അറിയില്ല ഞങ്ങളെന്നമ്പാടിപ്പിള്ളേർ ചിരിയടക്കിക്കൊണ്ടു മാറുന്നു. അറിയില്ല കണ്ണനെങ്ങാമോ കാലികൾ കുടമണിയാട്ടി നടക്കുന്നു. അറിയില്ല കണ്ണനെങ്ങാമോ കാലികൾ കുടമണിയാട്ടി നടക്കുന്നു. ഇതോടൊപ്പം ടീച്ചർ ഒരു പ്രവർത്തനം കൂടി നൽകുകയാണ്. ടീച്ചർ ഇന്ന് ശ്രീമതി സുഗതകുമാരിയുടെ കണ്ണന്റെ അമ്മ എന്ന കവിതയുടെ ആദ്യ ഭാഗവും നിങ്ങൾക്കായി പരിചയപ്പെടുത്തി. കവിതയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും പാഠഭാഗത്തിലെ കവിത ചൊല്ലിയത് നല്ലവണ്ണം കേൾക്കണം. ഇതുകൂടി ചേർത്ത് വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ ആശയം കൃത്യമായി മനസ്സിലാകും. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നോക്കി വ്യക്തമായി വരികൾ ഉച്ചാരണശുദ്ധിയോടുകൂടി വായിച്ച് ചൊല്ലി രസിക്കാൻ മറക്കരുത്. ഈ ഒരു ഇനത്തിൽ മാത്രം അവസാനിപ്പിക്കണമെന്നില്ല കേട്ടോ. വ്യത്യസ്തമായ മറ്റ് ഇനങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ കവിതയ്ക്ക് കണ്ടെത്താനായി സാധിക്കും. ആ ഈണങ്ങൾ കൂടി കവിതയ്ക്ക് കണ്ടെത്തുകയും ഈണത്തിൽ കവിതകൾ ചൊല്ലി അധ്യാപകർക്ക് അയച്ചു നൽകുകയും വേണം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 10ാം പേജിലെ ഒരു പ്രവർത്തനം നിങ്ങൾ കണ്ടിരുന്നു. കണ്ണന്റെ കുസൃതികൾ എന്നാണ് പ്രവർത്തനത്തിന്റെ തലക്കെട്ട്. ആ പ്രവർത്തനത്തിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് കുട്ടികളെ ആ ചിത്രത്തിലുള്ളത്? ആരാ ഉള്ളത്? അതെ, ചിത്രത്തിൽ കണ്ണനുണ്ട്. കണ്ണന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്നത്തെയും പോലെ കണ്ണന്റെ കയ്യിൽ എന്തുണ്ട്? ഓടക്കുഴലുണ്ട്. കണ്ണൻ
ഉറിയുടച്ച് വെണ്ണയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി അതോടൊപ്പം തന്നെ വേറൊരു ചിത്രവും ഉണ്ടല്ലോ. അതിൽ കണ്ണനോടൊപ്പം ആരാണുള്ളത്? പശുക്കിടാവ്. കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പശുക്കിടാവാണ് കണ്ണനോടൊപ്പമുള്ളത്. പശുക്കിടാവിനെയും കണ്ണൻ ഉപദ്രവിക്കുമായിരുന്നു. അതെല്ലാം കണ്ണന്റെ കൊച്ചു കൊച്ചു കുസൃതികളായിരുന്നു. അപ്പോ കണ്ണന്റെ കുസൃതികൾ, നിങ്ങൾക്കറിയാവുന്ന കുസൃതികൾ എഴുതൂ എന്നതാണ് പ്രവർത്തനം. കാട്ടിൽ ഒളിച്ചു നടക്കുന്നത് കണ്ണന്റെ കുസൃതിയാണ് അല്ലേ? ഒളിച്ചു നടന്നപ്പോഴാണല്ലോ അമ്മ കണ്ണനെയും തിരഞ്ഞു നടന്നത്. ഇതുപോലെ കണ്ണന്റെ മറ്റു കുസൃതികൾ ഒരു ചെറിയ കുറിപ്പായി കൂട്ടിച്ചേർക്കണം. കണ്ണൻ വെണ്ണക്കട്ട് തിന്നുന്നതും തൈരിന്റെ കലം ഉടച്ചിടുന്നതും അങ്ങനെ ധാരാളം കുസൃതികൾ നിങ്ങൾക്കറിയാവുന്നതുണ്ടാകും. കവിതയുടെ പൂർണ്ണ രൂപത്തിൽ ടീച്ചർ കണ്ണന്റെ കുസൃതികളെക്കുറിച്ച് കൃത്യമായി ചൊല്ലിത്തന്നിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ ഈ ഭംഗിയുള്ള കവിത നല്ലവണ്ണം ശ്രദ്ധിച്ചു വായിച്ചതിനും കേട്ടതിനും ശേഷം ഈ പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യണം. കണ്ണന്റെ എല്ലാ കുസൃതികളും വരത്തക്ക രീതിയിൽ ഭംഗിയായ ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം. അതുകൂടാതെ മറ്റു പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അതിലൊന്ന് ചിത്രവായനയാണ്. എന്താണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്? അതെ, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെയാണത്. അതിൽ കവിതയിലെ ആരെല്ലാം ഈ ചിത്രത്തിലുണ്ടെന്നൊന്ന് നോക്കൂ. കവിതയിൽ പരാമർശിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാവരും തന്നെ ചിത്രത്തിലുണ്ട്. അപ്പോ ഈ ചിത്രത്തിന്റെ വിവരണവും ഇത് എവിടെയായിരിക്കും? ഈ ചിത്രം ഒരു കാടിൻ്റെതാണ് അല്ലേ? കാട്ടിൽ ഉള്ള മൃഗങ്ങളെക്കുറിച്ചും കാട്ടിലെ ജീവജാലങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ വിവരണത്തിൽ ഉണ്ടായിരിക്കണം. ചിത്രം കൃത്യമായി വീക്ഷിച്ചതിന് ശേഷം അതേക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി അതും നിങ്ങളുടെ ടീച്ചർക്ക് നൽകി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഭംഗിയാക്കണം കേട്ടോ. നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്കാരം.